വഴിയോരത്ത് പോലീസുകാരുടെ ആട്ടും തുപ്പുമേറ്റ് കയ്യിലെ ചുളുങ്ങിയ പാത്രത്തിൽ നിന്നും താഴെ വീണ നാണയത്തുട്ടുകൾ പെറുക്കാൻ ശ്രമിക്കുന്ന രാധികയെ ഒരു നിമിഷം മോഹിനി ഒന്ന് തറഞ്ഞു നിന്നുപോയി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾക്കൊപ്പം റൂഹിയും ആകെ അസ്വസ്ഥമായി കാണപ്പെട്ടു. എങ്ങനെ കഴിഞ്ഞിരുന്ന സ്ത്രീയാണ് ഇന്നിപ്പോൾ ഈ തെരുവിൽ? നാണയത്തുട്ടുകൾ പെറുക്കിയെടുത്ത് തിരിഞ്ഞതും രാധിക കാണുന്നത് തന്നെത്തന്നെ നോക്കി നിൽക്കുന്ന മോഹിനിയെയും അവളുടെ കൂടെയുള്ള റൂഹിയെയും ആയിരുന്നു. മോഹിനിയുടെ അല്പം വീർത്ത വയർ കണ്ടതും രാധികയുടെ കണ്ണുകളിൽ ഒരു നീർത്തിളക്കമുണ്ടായി. തന്നെ കണ്ടപ്പോൾ രാധികയുടെ കണ്ണിൽ വിരിഞ്ഞ ഭാവം മതിയായിരുന്നു അവർ അപ്പോൾ ചെയ്തതൊക്കെയും പശ്ചാത്തപിക്കുന്നു എന്ന് മോഹിനിക്ക് തിരിച്ചറിയാൻ. എന്നാൽ മോഹിനിയോ റൂഹിയോ അവർക്കരികിലേക്ക് ചെല്ലും മുമ്പേ രാധിക അവിടെ നിന്നും പൊയ്ക്കളഞ്ഞിരുന്നു. തിരികെ മാർഷനിൽ എത്തിയിട്ടും മോഹിനിയുടെ ചിന്തകൾ രാധികയെക്കുറിച്ചുള്ള ഓർമ്മയിൽ പെട്ടുഴറി. ശരിയാണ്, മാപ്പർഹിക്കാൻ പോലും പറ്റാത്ത തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ കുഞ്ഞിൻ്റെ മുത്തശ്ശിയാണ്. അവരെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ മനസ്സിലൊരു വിങ്ങൽ. ഇന്നാ മുഖത്ത് കണ്ട ഭാവത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും രാധിക എന്ന സ്ത്രീയിൽ ഇപ്പോഴുള്ള മാറ്റം. പുതിയ ജീവിത സാഹചര്യങ്ങൾ അവരെ ഒന്നാകെ മാറ്റിമറിച്ചിരിക്കുന്നു. ദേവു! രുദ്രൻ്റെ വിളിയാണ് മോഹിനിയെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. രുദ്രേട്ടൻ, എന്താ ഈ സമയത്ത്? അത് പിന്നെ, ഫോണിൽ കൂടെ നിന്റെ ശബ്ദം കേട്ടിട്ട് ആകെ ഒരു പന്തികേട് പോലെ. ഓഫീസിലിരിക്കാനേ തോന്നിയില്ലടാ. അതാ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഇങ്ങ് പോന്നത്. തൻ്റെ ശബ്ദത്തിലെ ചെറിയൊരു മാറ്റം പോലും മനസ്സിലാക്കി തൻ്റെ സന്തോഷങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന രുദ്രേട്ടൻ. മോഹിനി ഓടിച്ചെന്ന് അവനെ ഇറുകെ കെട്ടിപ്പുണരാൻ ശ്രമിച്ചു. വയറ് അതിന് തടസ്സമായതും അവളെ ഒരു വശം ചേർത്ത് തന്നോട് അടക്കിപ്പിടിച്ചു രുദ്രൻ. എന്താടാ, ആകെ ഒരു ഡെസ്പാണല്ലോ നീ? അവളുടെ മുടിയിഴകളിൽ തഴുകി ചോദിക്കുന്നതിനൊപ്പം വയറിനെ കൂടി തഴുകിപ്പോയി. എന്താടാ വാവേ, നീ അമ്മയ്ക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ലേ? വയറിൽ തഴുകി പറയുന്നതിനോടൊപ്പം അവളെ പതിയെ മുറിയിലെ കൗച്ചിലേക്ക് അവനൊപ്പം പിടിച്ചിരുത്തുകയും ചെയ്തു. രുദ്രേട്ടാ! എന്താടാ? ഞാനും റൂഹിയും ഇന്ന് മാളിൽ പോയപ്പോൾ അവിടെ രുദ്രേട്ടൻ്റെ മമ്മയെ കണ്ടു. പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ പലരും കണ്ടെന്നിരിക്കും. നീ എന്തിനാ അവരെയൊക്കെ ശ്രദ്ധിക്കാൻ പോയത്? കാമുകനോടൊപ്പം കറങ്ങി നടക്കാൻ വന്നതാവും. രുദ്രൻ്റെ ചുണ്ടുകൾ പുച്ഛത്താൽ കോടി. രുദ്രേട്ടാ, അത് രുദ്രേട്ടൻ കരുതുന്നത് പോലെ. മതി ദേവു, ആ സ്ത്രീയെപ്പറ്റി എനിക്കൊന്നും കേൾക്കണമെന്നില്ല. അവർ എൻ്റെ ജീവിതത്തിലെ അടഞ്ഞ അധ്യായമാണ്. അങ്ങനെയല്ല രുദ്രേട്ടാ. ദേവു, ഇതേച്ചൊല്ലി ഇനിയൊരു സംസാരമുണ്ടായാൽ നമ്മൾ തമ്മിൽ വെറുതെ തെറ്റും. അതെന്തിനാ? അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കണ്ട. എൻ്റെ ദേവു നല്ല കുട്ടിയായിട്ട് റെസ്റ്റ് എടുക്ക്. ഇന്നത്തെ ഷോപ്പിങ്ങിൻ്റെ ക്ഷീണമായിരിക്കണം. നീ നന്നായിട്ട് വിളറിയിരിപ്പുണ്ട്. ഞാൻ പോയി നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അവളെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ രുദ്രൻ മോഹിനിക്ക് കുടിക്കാൻ ഉള്ളതെടുക്കാൻ അടുക്കളയിലേക്ക് പോയി. എന്നാൽ രുദ്രനോട് ഈ കാര്യം എങ്ങനെയെങ്കിലും പറഞ്ഞേ മതിയാവൂ എന്ന ചിന്തയിലായിരുന്നു മോഹിനി. തെരുവിലെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടത്തിന് സമീപം തൻ്റെ ദുരവസ്ഥയോർത്ത് കണ്ണീർ വാർത്തുകൊണ്ടിരുന്നു രാധിക. ജീവിതത്തിൽ പണത്തോടുള്ള ഭ്രമം കടന്നു വന്നപ്പോൾ എപ്പോഴോ തനിക്ക് തന്നെ നഷ്ടമായി തുടങ്ങി. സ്വന്തം മകനെപ്പോലും സ്വത്ത് എന്ന ഒരൊറ്റ കാരണത്തിൽ ചതിച്ചു. അവൻ്റെ ജീവിതത്തിനൊപ്പം ഒരു പാവം പെണ്ണിനെ കൂടി ദ്രോഹിച്ചു. എന്നിട്ടോ എന്ത് ലഭിച്ചു? ഓരോന്ന് ആലോചിച്ചു ആ ചെളിയും അഴുക്കും പുരണ്ട തറയിൽ കിടന്നു മയങ്ങുമ്പോഴത്തേക്കും ഒരു കൂട്ടം തെരുവ് പട്ടികളുടെ ഓരിയിടൽ അവർക്കടുത്തേക്കായി വന്നു. ഞെട്ടിപ്പിണഞ്ഞു നോക്കുന്ന രാധിക കാണുന്നത് തനിക്ക് മുമ്പിൽ മുരൾച്ചയോടെ നിൽക്കുന്ന 3-4 തെരുവ് പട്ടികളെയാണ്. അവയുടെ മുഖം ആകെ ക്രൂരമായ ഭാവം. രാധികയെ ഭയം വന്ന് പൊതിഞ്ഞിരുന്നു. എങ്ങനെയും അവിടെ നിന്നും രക്ഷപ്പെടണം. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഈ തെരുവ് പട്ടികൾക്ക് തന്നെ അവയുടെ ഭക്ഷണമാകുവാൻ സാധ്യതയുണ്ട്. രാധിക എങ്ങനെയോ വെപ്രാളപ്പെട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ഓടാൻ ഒരുങ്ങി. നായ്ക്കളും അവർക്ക് പിറകെ വെച്ചു പിടിച്ചിരുന്നു. രാധിക ഓടി ഇടവഴിയിലൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നായകളാകട്ടെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ അവരുടെ പിറകെ തന്നെ വെച്ചു പിടിച്ചിട്ടുണ്ട്. ഒടുവിൽ എങ്ങനെയോ ഓടി കിതച്ചു അവർ മെയിൻ റോഡിലേക്ക് കടന്നതും എതിരെ വന്ന വാഹനം അവരെ ഇടിച്ചു തെറിപ്പിച്ചതും ഒരുമിച്ചായിരുന്നു. നടു റോട്ടിൽ ചോര വാർന്ന് കിടക്കുമ്പോൾ അവരുടെ മനസ്സിൽ തെളിഞ്ഞൊരു ഓർമ്മയിൽ ആ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി മിന്നി മറഞ്ഞുവോ? ന്യൂസിൽ കണ്ട വാർത്ത കേട്ട് പകച്ചു പോയിരുന്നു രുദ്രൻ. ക്രാഫ്റ്റ് ലോ ഗ്രൂപ്പിൻ്റെ COO ആയ സൂര്യദർശൻ്റെ മുൻ ഭാര്യ രാധിക മാധവൻ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ആണെന്നുള്ള വാർത്ത അവൻ്റെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടിച്ചു. ഓഫീസിലേക്ക് പോകും വഴി യൂട്യൂബിൽ കണ്ട വാർത്ത അവന് നൽകിയ ആഘാതം ചെറുതല്ലായിരുന്നു. വാർത്തയിൽ റോഡിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന രാധികയെ കണ്ടതും അവൻ തകർന്നു പോയിരുന്നു. അവനറിയില്ലായിരുന്നു ആ നിമിഷം എങ്ങനെ പ്രതികരിക്കണമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും 9 മാസം തന്നെ വയറ്റിൽ ചുമന്നു പ്രസവിച്ച സ്ത്രീയാണ്. ഒരമ്മ എന്ന നിലയിൽ അവർ എന്നെ ഒരു പരാജയമായിരുന്നു. എങ്കിൽ പോലും ഇന്നീ അവസ്ഥയിൽ അവരെ കാണുമ്പോൾ ചങ്ക് പൊടിയുന്നു എന്നത് വാസ്തവമാണ്.
അച്ഛൻ ഇതറിഞ്ഞിട്ടുണ്ടാവുമോ? രുദ്രൻ ഉടൻ തന്നെ ഫോണെടുത്ത് ദർശനെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ ആരും തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. രുദ്ര ദർശന്റെ PA സേതുവിനെ വിളിച്ചു. ഫോണെടുത്ത് സേതുവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ദർശൻ കുറച്ചു മുമ്പേ തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് എന്നായിരുന്നു. അത് കേട്ടതും ഡ്രൈവറോട് പറഞ്ഞു. രുദ്രനും അവിടേക്ക് തിരിച്ചു. അവന്റെ മനസ്സിൽ അപ്പോൾ അവനൊരു സാധാരണ മകനായി മാറിയിരുന്നു. സ്വന്തം അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്ത് ആകുലതപ്പെടുന്ന ഒരു സാധാരണ മകൻ. ആശുപത്രിയിലെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മോഹിനിക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ അവിടേക്ക് വന്നാൽ കൂടുതൽ ടെൻഷനാവുമെന്ന് പറഞ്ഞ് രുദ്രൻ അവളെ അവിടേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് അവൻ അവളെ അവിടുത്തെ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടേയിരുന്നു. നീണ്ട 2 മണിക്കൂർ നേരത്തെ സർജറിക്ക് ശേഷം രാധികയെ ഒബ്സർവേഷന് വേണ്ടി ICUവിലേക്ക് മാറ്റി. രുദ്രനൊപ്പം ICUവിന് പുറത്തിറങ്ങുമ്പോൾ ദർശന്റെ മനസ്സ് തന്റെ കോളേജ് കാലഘട്ടത്തിലേക്ക് സഞ്ചരിച്ചു. ആദ്യമായി രാധികയെ കണ്ടുമുട്ടിയതും സൗഹൃദം തുടങ്ങിയതും പിന്നെ അത് പ്രണയത്തിലേക്ക് വഴുതി മാറിയതുമൊക്കെ പ്രൊജക്ടർ റീൽ മാറി വരുന്നതുപോലെ അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. രുദ്രനുണ്ടായി ഒരു 5 വർഷം വരെ എന്റെ ലോകം അവനും രാധികയും മാത്രമായിരുന്നു. പരസ്പരം ഇരുവരും മത്സരിച്ചു പ്രണയിച്ചു നാളുകൾ. എന്നാൽ എപ്പോഴോ ഭാര്യയെയും മകനെയും ഉപരി ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയോ അന്നു മുതൽ അവരുടെ സമീപനത്തിൽ മാറ്റം വന്നു തുടങ്ങിയിരുന്നു. ആദ്യമൊക്കെ തന്റെ സ്നേഹവും ശ്രദ്ധയും പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചിരുന്നു രാധിക. ദർശൻ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല. എന്നോടും മോനോടും ഒരു സ്നേഹവുമില്ല. ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമായിരുന്നോ ദർശ? ഇന്നലെ നമ്മുടെ ആനിവേഴ്സറി ആയിരുന്നു. ഇന്നും താമസിക്കുമോ ദർശ? ഇന്നെങ്കിലും കുറച്ച് നേരത്തെ ഇറങ്ങണേ. നമുക്കൊരു നൈറ്റ് ഡ്രൈവൊക്കെ പോവാം. എത്ര നാളായി നമ്മൾ ഒരുമിച്ചൊന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട്. എത്രയെത്ര പരാതികൾ. ഒക്കതിനും തന്റെ മറുപടി അവൾ തന്റെ തിരക്കുകളെ മനസ്സിലാക്കുന്നില്ല എന്നതായിരുന്നു. നീ എന്താ രാധു, കൊച്ചു കുട്ടിയാണോ? നമ്മളിപ്പോൾ പഴയതുപോലെ കോളേജ് കുമാരനും കോളേജ് കുമാരിയും ഒന്നുമല്ല. കുറച്ചൊരു സമാധാനം തരണം. അവളുടെ ആവശ്യങ്ങളൊക്കെയും തള്ളിക്കളഞ്ഞു എപ്പോഴും അവൾ ആവശ്യങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കുകയും ചെയ്തു. പരസ്പരം രുദ്രന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നവരായി. അവൻ വളർന്നപ്പോൾ അതും കുറഞ്ഞു. തന്നിൽ നിന്നും ലഭിച്ച അവഗണനയെല്ലാം അവളെ ഇത്തരത്തിലൊക്കെ ആക്കി മാറ്റിയത്. ഇന്ന് രാധുവിന്റെ ഈ അവസ്ഥയിൽ താനും ഒരു കാരണക്കാരനാണ്. ഹലോ രുദ്രേട്ടാ, എന്തായി അവിടുത്തെ കാര്യങ്ങൾ? മമ്മയെ റൂമിലേക്ക് മാറ്റിയടാ. അച്ഛൻ ഇപ്പോൾ കയറി കണ്ടു. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? രുദ്രേട്ടൻ കാണുന്നില്ലേ? കുഴപ്പമൊന്നുമില്ല. കാലിനും കൈക്കും ഒക്കെ ഫ്രാക്ചർ ഉണ്ട്. പഴയ സ്ഥിതിയിലേക്ക് മാറാൻ 3-4 മാസം എടുക്കുമെന്നാ പറയുന്നത്. പിന്നെ ഞാൻ കണ്ടില്ലടാ. എന്തേ? അറിയില്ല. നമ്മളോട് കാണിച്ചതൊക്കെയും ഓർക്കുമ്പോൾ. രുദ്രേട്ടാ, എന്ത് തന്നെ ആയാലും അത് ഏട്ടന്റെ അമ്മയല്ലേ? പിന്നെ രാധിക മാഡം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടല്ലേ നമ്മൾ തമ്മിൽ കണ്ടതും ഒരുമിച്ചതുമെല്ലാം. അല്ലെങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ കണ്ടുമുട്ടില്ലായിരുന്നോ? പിന്നെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമ്മളെയൊക്കെ അല്ലാതെ ആരാ ആ പാവത്തിനുള്ളത്? രുദ്രേട്ടൻ ഉറപ്പായും മാഡത്തെ കാണണം. ദേവു, നീ കൂടെ ഇങ്ങോട്ട് വരുവോടാ? എനിക്കെന്തോ ഒറ്റയ്ക്ക് മമ്മയെ കാണാൻ ഒരു മടി. അതിനെന്താ രുദ്രേട്ടാ, എനിക്കും വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. രുദ്രേട്ടൻ സമ്മതിക്കാഞ്ഞിട്ടാ. ഞാൻ ദാ റോഹിക്കൊപ്പം ഇപ്പോൾ തന്നെ വരാം. രുദ്രനൊപ്പം രാധികയെ കാണാൻ കയറിയ മോഹിനിക്ക് അവരുടെ രൂപം കണ്ട് വല്ലാത്ത വിഷമം വന്നുപോയി. ഹോസ്പിറ്റൽ ബെഡ് അല്പം പൊക്കി വെച്ച് ദർശൻ നൽകുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൊക്കെ ആകെ കുഴിഞ്ഞു കവിളൊക്കെ ഒട്ടിയൊരു രൂപം. ആ പഴയ രാധികയുടെ നിഴലാണോ എന്ന് പോലും സംശയം തോന്നും. തന്നെ ഒരുപാട് ദ്രോഹിച്ച വ്യക്തിയാണെങ്കിൽ കൂടിയും രാധികയുടെ മോശാവസ്ഥയിൽ അവൾക്ക് അവരോട് തികച്ചും സഹതാപം മാത്രമേ തോന്നിയിരുന്നുള്ളൂ. മോഹിനിയെയും രുദ്രനെയും ഒരുമിച്ച് കണ്ടതും രാധികയുടെ കണ്ണുകൾ വിഷമം കൊണ്ടും പശ്ചാത്താപം കൊണ്ടും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവരോടൊന്നും മാപ്പിരക്കാൻ പോലും താൻ അർഹയല്ലെന്നോർത്ത് അവരുടെ തല താഴ്ന്നു. മമ്മ. രുദ്രന്റെ വിളിയിൽ രാധിക ഞെട്ടിപ്പിണഞ്ഞു നോക്കി. ഇനി ഒരിക്കൽ കൂടി അവന്റെ വായിൽ നിന്നും മമ്മ എന്നൊരു വിളി ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാധികയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞൊഴുകി. ഇപ്പൊ എങ്ങനെയുണ്ട് മമ്മ? രാധികയുടെ കരം കവർന്നുകൊണ്ട് അവൻ ചോദിച്ചു. മോനെ. രാധിക ഒരു പൊട്ടിക്കരച്ചിലൂടെ അവന്റെ നെഞ്ചിലേക്ക് വീണിരുന്നു. ഹലോ അച്ഛാ. മോനെ രുദ്ര. എന്താ അച്ഛാ? എന്തുപറ്റി? ശബ്ദമാകെ വല്ലാതെ. മോനെ, നീ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണം. എന്താ അച്ഛാ, എന്താ പറ്റിയത്? ഫോണിലൂടെ ദർശൻ പറഞ്ഞ കാര്യം കേട്ടതും രുദ്രന്റെ കൈയും കാലും ഒക്കെ ആകെ വിറയ്ക്കാൻ തുടങ്ങി. ഒരു നിമിഷം കേട്ടത് എന്താണെന്ന് അവന് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഓഫീസിൽ നിന്നും ഓടിപ്പാഞ്ഞിറങ്ങുന്നവനെ കണ്ട് ഷാൻ പിന്നാലെ ചെന്നു. രുദ്ര, എടാ, എന്താടാ പ്രശ്നം? പാർക്കിംഗ് ലോട്ടിൽ എത്തി കാറിനടുത്തേക്ക് പാഞ്ഞ രുദ്രനൊപ്പം ഒരു വിധത്തിൽ ഓടിക്കിതച്ച് എത്തിയ ഷാൻ ചോദിച്ചു. എന്നാൽ രുദ്രനൊന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ദർശന്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടന്ന അവന്റെ പ്രവൃത്തികളൊക്കെയും യാന്ത്രികമായിരുന്നു. രുദ്രനൊപ്പം കാറിൽ ഇരിക്കുമ്പോഴും ഷാൻ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചെങ്കിലും
ഡ്രൈവിംഗിലുടനീളം രുദ്രൻ മൗനിയായിരുന്നു. എന്നാൽ കാർ ഹോസ്പിറ്റലിലേക്ക് കടന്നതും ഷാന്റെ ഉള്ളിലും പരിഭ്രാന്തി കടന്നുവന്നു. രുദ്രനൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ എത്തിയതും ഷാനിന്റെ കൈയും കാലുമൊക്കെ വല്ലാതെ വിറകൊണ്ടു. "അച്ഛാ. രുദ്രാ. എന്താ അച്ഛാ, എങ്ങനെയാ സംഭവിച്ചത്? " "അത് മോനെ എങ്ങനെയാണെന്നറിയില്ല," റൂഹി പറഞ്ഞത്. അവൾ വന്ന് നോക്കുമ്പോൾ സ്റ്റെയറിന് താഴെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നുണ്ടായിരുന്നു എന്നാ. കണ്ട ഉടനെ റൂഹിയും രോഹിത്തും കൂടെ ഇങ്ങോട്ട് എത്തിക്കുകയായിരുന്നു. "ഈശ്വരാ, എന്റെ ദേവും കുഞ്ഞും. മോനെ നീ ഇങ്ങനെ തളരാതെ," രുദ്രനെ ചേർത്തുപിടിച്ചു ആശ്വസിപ്പിച്ചു ദർശൻ. അറിയാം ഈ സമയത്ത് ആശ്വാസവാക്കുകൾ കൊണ്ട് അവന്റെ മനസ്സ് തണുപ്പിക്കാൻ പറ്റില്ല എന്ന്. എങ്കിലും ഇതല്ലാതെ ആ അച്ഛൻ ഈയൊരു നിമിഷം എന്ത് ചെയ്യാനാണ്? ദർശന്റെ തോളിൽ മുഖമമർത്തി കരയുന്ന രുദ്രൻ ഷാനും രോഹിത്തിനും റൂഹിക്കും ഒരു വേദനയായിരുന്നു. പെട്ടെന്നുടനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറക്കപ്പെടുകയും ഒരു മധ്യവയസ്കനായ ഡോക്ടർ വാതിൽ തുറന്നു പുറത്തു വരികയും ചെയ്തു. "ഡോക്ടർ, മോൾക്ക്. " ഡോക്ടറെ കണ്ട ദർശൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചോദിച്ചു.